നമസ്കാരം. ഓരോ 5 വർഷത്തിലും ആകെ കടബാധ്യത ഇരട്ടിയാകുന്നതാണ് 3 പതിറ്റാണ്ടായി കേരളത്തിലെ സ്ഥിതിവിശേഷമെന്നും ഇക്കുറി അതുണ്ടായിട്ടില്ല എന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ 2010-11 സാമ്പത്തിക വർഷത്തിൽ ആകെ ബാധ്യത 78,673 കോടി രൂപയായിരുന്നു. 2015-16 ഇത് 1,57,370 കോടിയായി. 2020-21 2,96,901 കോടി രൂപ. 5 വർഷത്തിൽ ബാധ്യത ഇരട്ടിയാകുകയാണ്. ഈ പ്രവണത അനുസരിച്ച് 25 അതായത് 2025-26 ബാധ്യത ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയാകണം. എന്നാൽ ഇക്കുറി 4.65 ലക്ഷം കോടിയിൽ ആകെ ബാധ്യത നിൽക്കുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വായ്പകൾ എടുക്കാൻ അനുമതി നിഷേധിച്ചതാണ് വായ്പാ ബാധ്യതയുടെ വളർച്ച കുറയാൻ കാരണമെന്നാണ് മന്ത്രിയുടെ അവകാശം. കേരളം കടക്കണിയിലെന്ന യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ആക്ഷേപമാണെന്നും സംസ്ഥാനത്തിന്റെ കടഭാരം കുറയുകയാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് അനുപാതികമായ കടം മാത്രമാണ് നാം എടുക്കുന്നത്. പാർലമെന്റും സംസ്ഥാന നിയമസഭയും അംഗീകരിച്ച ധന ഉത്തരവാദിത്ത നിയമത്തിനുള്ളിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയും റിസർവ് ബാങ്ക് നിബന്ധനകൾ പാലിച്ചു മാത്രമാണ് സംസ്ഥാനത്തിന് വായ്പ എടുക്കാനാവുക. കേരളത്തിന് ആഭ്യന്തര സംസ്ഥാനം മൊത്തം ഉൽപാദനത്തിന്റെ 3.5% വരെ വായ്പാ അനുമതിയുണ്ട്. എന്നാൽ 22-23 2.5%, 2023-24 2.99% എന്നിങ്ങനെയാണ് സംസ്ഥാന വായ്പ എടുത്തത്. നമുക്ക് അർഹതപ്പെട്ട കടം പോലും കേന്ദ്രം നിഷേധിക്കുകയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് അർഹതപ്പെട്ട കടമെടുക്കാൻ അനുവദിക്കണമെന്ന ശക്തമായ ആവശ്യം അവഗണിക്കാൻ കേന്ദ്ര സർക്കാർ ആയില്ല. എന്നിട്ടും അനുവദീയമായ 3.5% താഴെയാണ് വായ്പ. സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് ലഭ്യമാക്കിയ GSDP കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ ആകെ കടം GSDPയുടെ ശതമാനത്തിൽ 2020-21 ശേഷം ഗണ്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിക്ഷേപണത്തിലും വായ്പയ്ക്കും ഗ്യാരണ്ടി നിൽക്കുന്നതിന്റെ പേരിൽ ഈ വർഷം സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കുന്ന തുകയിൽ നിന്നും 3,300 കോടി രൂപ കുറച്ചതായി മന്ത്രി പറഞ്ഞു. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടിന്റെ പേര് പറഞ്ഞാണ് നടപടി. 80,000 കോടി രൂപയ്ക്കാണ് സംസ്ഥാനം ഗ്യാരണ്ടി നിൽക്കുന്നത്. ഇതിന്റെ 5% ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ടായി മാറ്റിവെക്കണമെന്നാണ് വായ്പ എടുക്കുന്നതിനുള്ള നിബന്ധനയായി കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വായ്പ എടുക്കുന്നതിൽ നിന്നും GSDPയുടെ 0.25% അതായത് 3,300 കോടി രൂപ കുറയ്ക്കുമെന്നാണ് കേന്ദ്ര നിലപാട്. ഈ വർഷം ഡിസംബർ വരെ 29,529 കോടി രൂപ വായ്പ എടുക്കാമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണിത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.